Dear students, in this class I want to explain the concept of Pigouvian taxes. So in the last class I explained the concept of pollution permits, which is an important measure of controlling the environmental pollution. And also we have seen the important advantages and disadvantages. Now the most common method is adopted by almost all nations or the governments is the Pigouvian taxes, which is suggested by eminent economist A.C. Pigou. Pigouvian tax എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, അത് ടാക്സ് സിസ്റ്റം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു എഫിഷ്യന്റ് മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇവിടെ പൊല്യൂഷൻ ഒരു പരിധിയിൽ കൂടുതലായാൽ ദ ഗവൺമെന്റ് വിൽ ഇമ്പോസ് ടാക്സസ്. ദ ഗവൺമെന്റ് വിൽ ഇമ്പോസ് ടാക്സ് ഓൺ പൊല്യൂഷൻ. ദാറ്റ് ഈസ്, ഇഫ് എ പ്രൊഡ്യൂസർ pollute up to a certain amount, he has to pay taxes. On the other hand, if he reduces pollution, he can reduce his tax amount. But ടാക്സുകൾ പൊല്യൂഷൻ മേൽ ചുമത്തുക എന്നുള്ളതാണ്. അപ്പോൾ if a producer create more pollution, he will pay more taxes. So he will that will create an additional burden on the producer and will make him an incentive to reduce pollution. അപ്പോൾ പൊല്യൂഷൻ കൂടുതൽ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം മൂലം പ്രൊഡ്യൂസർ ആ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ എടുക്കുന്നതിനായിട്ട് നിർബന്ധമായി തീരും. അതുപോലെ തന്നെ പൊല്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ ടാക്സും കുറഞ്ഞു കിട്ടും. അപ്പോൾ കൂടുന്ന ഓരോ യൂണിറ്റ് പൊല്യൂഷൻ അനുസരിച്ച്, ഇഫ് ഹി ഇൻക്രീസസ് 1 യൂണിറ്റ് ഓഫ് പൊല്യൂഷൻ, the tax rate will be increased. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ അഡീഷണൽ യൂണിറ്റ് പൊല്യൂഷനും അനുസരിച്ചും ഓരോ യൂണിറ്റ് ടാക്സും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റ് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്താൽ അയാൾക്ക് ഒരു എക്സ്ട്രാ ടാക്സ് കൂടെ കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ എമൗണ്ട് കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഹി ഹാസ് ടു പേ അഡീഷണൽ ടാക്സസ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് അഡീഷണൽ പൊല്യൂഷൻ ഹി ക്രിയേറ്റ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ടാക്സ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പിഗു പറയുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒപ്റ്റിമൽ റേറ്റ്, അതായത് എന്ത് റേറ്റ് ആയിരിക്കണം ഈ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ ടാക്സ് റേറ്റ്, എത്ര പെർസെന്റ് ടാക്സ് ഫിക്സ് ചെയ്യണം. അപ്പം അങ്ങനെ ടാക്സ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പിഗു പറഞ്ഞത്, ദ ടാക്സ് ഷുഡ് ബി ഈക്വൽ ടു ദ പോയിന്റ് വെയർ ദി മാർജിനൽ ബെനിഫിറ്റ് ഫ്രം അബേറ്റിംഗ് പൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് പൊല്യൂഷൻ. അത് നിങ്ങൾ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കാം. അതായത് ഈ ഡയഗ്രത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് എന്ന് പറയുന്നത് മാർജിനൽ ബെനിഫിറ്റ് ഫ്രം പൊല്യൂഷൻ അബേറ്റ്മെന്റ്, അതാണ് മാർജിനൽ ബെനിഫിറ്റ് ഫ്രം അബേറ്റ്മെന്റ്, അതാണ് MBA. അതായത് ഓരോ യൂണിറ്റ് പൊല്യൂഷൻ അബേറ്റ് ചെയ്യുന്നത് മൂലവും ടാക്സിൽ വരുന്ന കുറവ് കാണിക്കുന്ന കർവാണ് ഈ MBA കർവ് എന്ന് പറയുന്നത്. അതായത് ഇത് എമൗണ്ട് ഓഫ് ടാക്സ് വിച്ച് ബി can be reduced by reducing each unit of pollution. പൊല്യൂഷനിൽ ഓരോ യൂണിറ്റ് കുറയ്ക്കുമ്പോഴും ആ പ്രൊഡ്യൂസറിന് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സിൽ വരുന്ന ആ കുറവിനെയാണ് മാർജിനൽ ബെനിഫിറ്റ് ഫ്രം പൊല്യൂഷൻ അബേറ്റ്മെന്റ് കർവ് കാണിക്കുന്നത്. ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പ്രൊഡ്യൂസർ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ കുറയ്ക്കുമ്പോഴും അയാൾക്ക് ടാക്സിൽ വരുന്ന കുറവ്. ഇനി രണ്ടാമത് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഒരു കർവുണ്ട്, മാർജിനൽ കോസ്റ്റ്. ഈ മാർജിനൽ കോസ്റ്റ് കർവ് കാണിക്കുന്നത് എന്താണ്, ഇയാൾ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ അഡീഷണൽ ആയിട്ട് നടത്തുമ്പോഴും അയാൾക്ക് വരുന്ന എക്സ്ട്രാ ടാക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ കുറയ്ക്കുമ്പോൾ ടാക്സിൽ കുറവ് വരുന്ന പോലെ തന്നെ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ അഡീഷണൽ ആയിട്ട് നടത്തുമ്പോൾ ടാക്സിലും അതുപോലെ തന്നെ കൂടുതൽ വരുന്നു. അതാണ് മാർജിനൽ കോസ്റ്റ് കർവ് കാണിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഈക്വൽ പോയിന്റ്, ഇപ്പൊ മാർജിനൽ ബെനിഫിറ്റ് ഫ്രം പൊല്യൂഷൻ അബേറ്റ്മെന്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് പൊല്യൂഷനും തമ്മിൽ ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റാണ് പോയിന്റ് T. അതിന് തുല്യമായിട്ടാണ് ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ അത് 60% ആണ്, 60% ഇവിടെ പിഗുവിയൻ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റും ബെനിഫിറ്റുമാണ് മെഷർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതി ഒരു പിഗുവിയൻ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിഗുവിയൻ ടാക്സ് എന്ന് പറഞ്ഞത് നമുക്ക് അതിനകത്ത് ഇപ്പം ഞാൻ ഈ 60% ഇവിടെ എടുത്തു. അത് എല്ലാ ഇൻഡസ്ട്രിക്കും അത് തന്നെ ആയിരിക്കണമെന്നില്ല. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് മേ ബി ഡിഫറൻറ്റ് റേറ്റ്സ്. അത് നമ്മൾ ഈ പൊല്യൂഷൻ പെർമിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ, അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ മറ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ അവിടുത്തെ ജോഗ്രാഫിക്കൽ കണ്ടീഷൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റിമോട്ട് ഏരിയയിൽ ഈ ഓരോ യൂണിറ്റ് പൊല്യൂഷനും ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും.
അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നമ്മൾ ഈ പറഞ്ഞ മാർജിനൽ ബെനിഫിറ്റ് കർവ്, MBA കർവ് എന്ന് പറഞ്ഞത്, അതായത് ഓരോ യൂണിറ്റ് പൊല്യൂഷനും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ഓരോ യൂണിറ്റ് പൊല്യൂഷനും ശക്തമായ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാർജിനൽ ബെനിഫിറ്റ് കർവ് വളരെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, സ്റ്റീപ്പായിട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും അങ്ങനെയുള്ള കേസുകൾ. അതേസമയം ഇപ്പം അത്ര വലിയ ജനവാസമില്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ, ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ അവിടെ പൊല്യൂഷൻ കാര്യമായ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ MBA കർവ് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിരിക്കും, വലിയ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ലാത്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അതായത് പൊല്യൂഷൻ വളരെ ഓരോ യൂണിറ്റ് MBA കർവ് വളരെ സ്റ്റീപ്പർ ആയിരിക്കുന്ന കേസിൽ ഈ റേറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഇവിടുത്തെ MBA കർവ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റീപ്പാണ്. 60% ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എറണാകുളം സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആലുവ ഏരിയ ഒക്കെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരിക്കും. അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിക്ക് 60% വരെ ആയിരിക്കും PUM ടാക്സ് ചുമത്തുന്നത്. പക്ഷേ വളരെ റിമോട്ട് ഏരിയ ആണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിരിക്കും ആ കർവ്. അപ്പോൾ അത്രയും ടാക്സ് റേറ്റ് ഉണ്ടായിരിക്കില്ല. 60% ടാക്സിന് പകരം ഒരുപക്ഷെ 30% ഒക്കെ 25% ഒക്കെ ആയിരിക്കും ടാക്സ് വരുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏരിയ, ദ MBA curve, the marginal benefit from the abatement curve will be either steeper in the case of where there is the highly industrial area or highly population concentrated area, and it will be flatter for a less polluted area or where there is less population etc. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഫ്ലാറ്റർ ആയിരിക്കും, അവിടെ ടാക്സ് റേറ്റ് കുറവായിരിക്കും. സ്റ്റീപ്പർ ആയിരിക്കുന്ന കേസിൽ ടാക്സ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തിന്റെ ഏരിയ അനുസരിച്ചിട്ട് ആണ് ഈ കർവുകൾ വരുന്നത്. അപ്പം പിന്നെ നമ്മൾ മാർജിനൽ കോസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡ്യൂസറും കൂടെ ഇത് രണ്ടിൽ തുല്യമാകുന്ന പോയിന്റിലാണ് ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പിഗു മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിനെയാണ് ഒപ്റ്റിമൽ റേറ്റ് ഓഫ് ടാക്സേഷൻ. ഈ മാർജിനൽ ബെനിഫിറ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും തമ്മിൽ ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റാണ് ഒപ്റ്റിമൽ റേറ്റ് ഓഫ് ടാക്സേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് ബിഗു പറഞ്ഞ കാര്യം, സബ്സിഡി കൊടുക്കുന്നതിന് ഇതുപോലെ തന്നെയാണ് സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡ്യൂസറും പക്ഷെ ഇവിടെ തന്നെ സബ്സിഡി ഇതുപോലെ തന്നെ കൊടുക്കും. സബ്സിഡി കൊടുക്കുന്നത് വേറൊന്നും രീതിയിലല്ല, ഓരോ യൂണിറ്റ് പൊല്യൂഷൻ കുറയ്ക്കുമ്പോഴും ഓരോ യൂണിറ്റ് സബ്സിഡി അധികമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് പൊല്യൂഷൻ കൂട്ടുമ്പോഴും സബ്സിഡി കുറയ്ക്കും. അപ്പോൾ സബ്സിഡി ഇതിന് പകരം ഇതുപോലെ ഒരു ടാക്സ് പോലെ ഒരു മാർഗ്ഗമാണ്. സബ്സിഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പൊല്യൂഷൻ കുറയ്ക്കണം. ഇതും അതുപോലെ തന്നെ മാർഗ്ഗമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഡിമെറിറ്റ് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഓരോ രീതിയിലും ചിന്തിക്കും. കാരണം എന്താണ്? വേറൊന്നുമല്ല, അപ്പം അയാൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? അയാൾക്ക് 2 ചാൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് പൊല്യൂഷൻ കുറച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കാം. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? പ്രൊഡക്ഷനും കുറയ്ക്കണം, ഔട്ട്പുട്ടും കുറയ്ക്കണം, പ്രൊഡക്ഷനും കുറയ്ക്കണം. അപ്പോൾ ഇത് അയാൾക്ക് നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ ഇത് ഇയാൾ തിങ്ക് ചെയ്യും. 2 ഓപ്ഷനാണ് അയാൾക്ക് എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഹി ക്യാൻ ഇൻക്രീസ് ഹിസ് പ്രൊഡക്ഷൻ, ക്രിയേറ്റ് ഹൈ പൊല്യൂഷൻ ആൻഡ് പേ ഹയർ ടാക്സസ്. എല്ലാം കൂട്ടാം, പ്രൊഡക്ഷൻ കൂട്ടാം, അപ്പോൾ പൊല്യൂഷനും കൂടും, ഹൈ ടാക്സും കൊടുക്കും. അല്ലെങ്കിൽ അയാൾക്ക് ഇതെല്ലാം കുറയ്ക്കാം, ലോവർ ഔട്ട്പുട്ട്, ലോവർ പൊല്യൂഷൻ ആൻഡ് ലോവർ ടാക്സസ്. ഇത് തമ്മിലുള്ള ഒരു കമ്പയർ ചെയ്യും, ഏതാണ് നല്ലത്. അപ്പോൾ എനിക്ക് ഈ കൂടുതൽ പൊല്യൂഷൻ നടത്തി കൂടുതലും ടാക്സ് കൊടുത്ത ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണോ വലുത്? അതോ അപ്പോൾ ടാക്സ് കൊടുത്തോട്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ടാക്സ് കുറച്ചുകൊണ്ട് ഔട്ട്പുട്ട് കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് കമ്പയർ ചെയ്യും. ഒരു പക്ഷേ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയുള്ളൂ. ഹി മേ പേ ഹയർ ഔട്ട്പുട്ട്, ഹയർ ടാക്സസ് ആൻഡ് ഹയർ പൊല്യൂഷൻ. അപ്പോൾ അത് പൊല്യൂഷൻ കുറയ്ക്കാൻ എല്ലാ കേസിലും സഹായിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഡീമെറിറ്റ് ആയിട്ട് ക്രിറ്റിക്സ് പറയുന്ന കാര്യമാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അവിടെ ചൂസ് ചെയ്യുന്നത് അയാളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിമാൻഡ് ഫോർ ഹിസ് പ്രോഡക്റ്റ്. നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ ഉയർന്ന ടാക്സ് കൊടുത്തുകൊണ്ട് തന്നെ ഹൈ പ്രൊഡക്ഷനും ഹൈ ഔട്ട്പുട്ടും നടത്തും. അപ്പോൾ അത് വിൽ നോട്ട് റെഡ്യൂസ് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ ഇൻ സച്ച് കേസസ്. ദറ്റ് ഈസ് ദ ഡിമെറിറ്റ്. ഓക്കെ, താങ്ക് യു.